രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് ഇൻഡസ്ട്രി സൈഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇൻഡസ്ട്രീസിന്റെ ഒരു ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തി ആവണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 100 വർഷത്തെ ഒരു സ്വാതന്ത്ര്യ ആഘോഷത്തിനോടനുബന്ധിച്ച് ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തി ആവണം എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീസ് വളരണം. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, സർവീസ് ഇൻഡസ്ട്രീസ് ഒക്കെ വളരണം. അതിന് നമുക്ക് നല്ല വർക്ക് ഫോഴ്സ് വേണം. ഈ സ്കില്ല് അറിയാവുന്ന, പുതിയ ടെക്നോളജി അറിയാവുന്ന, സ്കിൽസ് അറിയാവുന്ന യൂത്തിനെ നമുക്ക് റെഡിയാക്കി കിട്ടണം. അത് കിട്ടേണ്ടത് എല്ലാവരുടെയും ആവശ്യം കൂടിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇൻഡസ്ട്രീസിലുണ്ട്. എന്നാൽ ഒരുപാട് അൺഎംപ്ലോയിഡ് യൂത്ത് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ അത് മാച്ച് ആവുന്നില്ല. അവസരങ്ങളുണ്ട്, എന്നാൽ അൺഎംപ്ലോയിഡ് യൂത്തും ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇൻഡസ്ട്രിയിലോട്ട് കയറാൻ പറ്റാത്തത്? കയറാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ആ സ്കിൽസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ITIs നിലനിൽക്കുന്നത് തന്നെ. അതുകൊണ്ടും കൂടെ കുട്ടികൾ തീർച്ചയായിട്ടും ITI ഒരു പ്രയോറിറ്റി ആയിട്ട് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ITI പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സ്കിൽസിലേക്കുള്ള ട്രെയിനിങ് ആണ്, പുതിയ ടെക്നോളജിയിലുള്ള ട്രെയിനിങ്ങും ഇന്ന് ITIകളിൽ കൊടുക്കുന്നുണ്ട്. അവരെ ഒരു 360 ഡിഗ്രി ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് കൊടുത്തിട്ടാണ് ഇൻഡസ്ട്രീസിലേക്ക് കൊടുക്കുന്നത്. വെറുതെ സ്കിൽ സെറ്റ് പഠിപ്പിക്കുന്ന മാത്രമല്ല, എങ്ങനെ ഈ സ്കിൽസ് ഉപയോഗപ്പെടുത്താം, എങ്ങനെ ബാക്കിയുള്ളവരായിട്ട് സംസാരിക്കാം. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോലും ഒരുപാട് അവസരങ്ങളുണ്ട്. അവിടത്തേക്കും എങ്ങനെ ഈ സ്കിൽ സെറ്റ് പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്.